മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3-ാം ഭാഗം. 1-2 ഭാഗങ്ങൾ ഏറ്റെടുത്ത മലയാളികൾ ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ ഏറെ നാളായി കാത്തിരിപ്പിലായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ തൊടുപുഴക്കാരൻ ജോർജ് കുട്ടിയായി മോഹൻലാൽ വീണ്ടും എത്തുന്നു. ത്രില്ലർ ചേരുവകളെല്ലാം കോർത്തിണക്കി അപ്രതീക്ഷിത ഒഴുക്കിൽ സർപ്രൈസുകൾ ഒളിപ്പിച്ചുകൊണ്ട് ദൃശ്യം 3 പ്രേക്ഷകന് മുന്നിൽ എത്തിയിരിക്കുന്നു. മോഹൻലാലിനൊപ്പം മീന, എസ്തർ അനിൽ, അൻസിബ ഹസൻ, മുരളി ഗോപി, സിദ്ദിഖ്, ആശാ ശരത്, ഗണേഷ് കുമാർ, വീണ നന്ദകുമാർ തുടങ്ങിയ താരനിര. ഒരു സിനിമയുടെ 3-ാം ഭാഗം വരുമ്പോൾ സ്വാഭാവികമായും അതിലെ കഥാപാത്രങ്ങൾ ആവർത്തന വിരസത ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ജിത്തു ജോസഫ് കഥയിലൊരു പുതിയ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതമൊരുക്കിയ അനിൽ ജോൺസൺ വൈകാരികവും സസ്പെൻസും നിറഞ്ഞ രംഗങ്ങൾക്ക് ജീവൻ നൽകി. സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണം ചിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്നു. ചിത്ര സംയോജകൻ VS വിനായകും പ്രശംസ അർഹിക്കുന്നു. തന്റെ കുടുംബത്തിനായി ജോർജ് കുട്ടി എന്ന അച്ഛൻ എന്തും ചെയ്യുമെന്ന് പ്രേക്ഷകർക്കറിയാവുന്നതിനാൽ തന്നെ ദൃശ്യം 3-ലും അയാൾ ഏതറ്റം വരെയും പോകുമെന്നും നമുക്ക് ഊഹിക്കാം. പ്രേക്ഷകർ ഈ ചിത്രം ഏറ്റെടുത്തതിനാൽ ഇത് ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനമാണ്.